താൽക്കാലിക VC നിയമനത്തോടെ ഉലഞ്ഞ സർക്കാർ ഗവർണർ ബന്ധം വിഭജന ഭീതി ദിനാചരണ ആഹ്വാനത്തോടെ വീണ്ടും വഷളാകുന്നു. ഡിജിറ്റൽ സർവകലാശാല നിയമഭേദഗതി ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകാതിരിക്കുന്നതോടെ ഭിന്നത കൂടുതൽ മൂർച്ഛിക്കും. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ നിയമാനുസൃതമായി പ്രവർത്തിക്കണമെന്ന് നിയമമന്ത്രി P. രാജീവ് ആവശ്യപ്പെട്ടു. സർവകലാശാലകൾ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ ആഹ്വാനത്തിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശക്തമായി രംഗത്തെത്തിയിരുന്നു. CPM നേതൃത്വവും ഗവർണർക്കെതിരെ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കലുഷിത കാലത്തിന് ശേഷമെത്തിയ രാജേന്ദ്ര അർലേക്കറുമായി സർക്കാർ നല്ല ബന്ധം ആഗ്രഹിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ സർവകലാശാല വിഷയങ്ങളാണ് ഗവർണറുമായുള്ള മധുവിധുക്കാലം അവസാനിപ്പിച്ച് ഭരണമുന്നണിയെ ആദ്യം തെരുവിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന രാജ്ഭവന്റെ സർക്കുലർ വീണ്ടും ഗവർണർക്കെതിരെ നിലപാടെടുക്കാൻ സർക്കാരിനെ നിർബന്ധിതമാക്കുന്നു. ഇപ്പോൾ വിഭജനത്തിന്റെ ഭീതി ദിനം ആചരിക്കണം എന്ന ഒരു പെട്ടെന്നൊരു വെളിപാടോടുകൂടി ചാൻസലർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. കേന്ദ്ര സർവകലാശാലയല്ല, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ പദവി ദുരുപയോഗപ്പെടുത്തുന്നത് തെറ്റായ കാര്യമാണ്. വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണർ സർക്കുലർ യാദൃച്ഛികമെന്ന് CPM കരുതുന്നില്ല. സംഘപരിവാർ അജണ്ടകളുടെ മുഖ്യ പ്രചാരകനായി ഗവർണർ മാറുന്നുവെന്നാണ് പാർട്ടി ആരോപിക്കുന്നത്. സർവകലാശാലകളിലെ അന്തരീക്ഷം കലുഷിതമാക്കുന്നതിനൊപ്പം മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസിൽ ഒപ്പുവെക്കാതിരിക്കുക കൂടി ചെയ്യുന്ന ഗവർണറോട് വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിനൊരുങ്ങിയാണ് CPIM-ഉം സർക്കാരും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.